പറ്റില്ല എന്നുള്ളത് ഇതേ മോഹൻ ഭാഗവത് തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ പള്ളി കുഴിച്ചു പോകുന്ന ഒരു രീതി ആരോഗ്യകരമല്ല എന്ന് പറഞ്ഞതും ഇതേ മോഹൻ ഭാഗവത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ ആർക്കും എതിരെയുള്ളതായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ സ്വത്വത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ലോകത്തെ നയിച്ചുകൊണ്ട് സ്വതന്ത്രമായി നിലനിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാനും പറ്റുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ഇതാ നേരത്തെ സോമനാഥ ക്ഷേത്രത്തിന് ഉദാഹരണം പറഞ്ഞതുപോലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും തിരുത്തിയിരിക്കുന്നു. ആ തിരുത്തൽ എന്നുള്ളത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് രാമഭക്തർ കാണുന്നത്. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നതും. അതിൽ അവരെ വിശ്വാസികളെ സംബന്ധിച്ച് കുറ്റം പറയാൻ കഴിയുമോ? അരുൺ, RSS എന്ന് പറയുന്ന സംഘടന അത് ഒരേ സമയത്ത് തന്നെ രണ്ട് നിലപാടുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ സംഘടനയാണ്. സമാധാനത്തെക്കുറിച്ച് പറയുകയും മനുഷ്യരെ കൊല്ലുന്നതിന് ആളെ അയക്കുകയും ചെയ്യുന്ന സംഘടനയുടെ പേരാണ് RSS. ഇവിടെ ഈ നാട്ടിൽ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും വിദ്വേഷത്തിൻ്റെ വലിയ പ്രചരണം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് RSS. അതുകൊണ്ട് ഒരിക്കലും RSSന്റെ വാക്കുകൾ വിശ്വാസയോഗ്യമായിട്ടുള്ളതല്ല. RSSന്റെ നേതാക്കളുടെ വാക്കുകൾ നമുക്ക് വിശ്വാസയോഗ്യമായി മുഖവിലേക്കെടുക്കാൻ പറ്റുന്നതല്ല. ഒറ്റ കാര്യം, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് അരുൺ അവസാനിപ്പിക്കാം. അത് RSS കാണുന്ന ഇന്ത്യ എന്നുള്ളത് ആദിവാസികളെ വനവാസികളായി പറയുന്ന ഇന്ത്യയാണ്. RSS കാണുന്ന ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയിൽ ജാതി മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യയാണ്. നിങ്ങൾ നോക്കൂ, RSS എങ്ങനെയാണ് ആദിവാസികളെ സംഘടിപ്പിക്കാൻ നോക്കുന്നത്? വനവാസികൾ എന്ന് പറഞ്ഞാണ്. അവർക്ക് ഈ ഭൂമിയിൽ അധികാരമുള്ളവരല്ല, അവർ വനത്തിൽ താമസിക്കേണ്ടുന്നവർ, വനവാസികളായി ചിത്രീകരിക്കപ്പെടേണ്ടുന്ന ആളുകൾ. അവരുടെ ഭരണകാലത്താണ് രാജ്യത്തെ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരു വനിത ഇന്ത്യയുടെ പരമാധികാര പദത്തിലേക്ക് എത്തുന്നത്, പ്രസിഡന്റ് പദവിയിലേക്ക്. ഞാൻ പൂരിപ്പിക്കാലോ അരുൺ, പൂരിപ്പിക്കാലോ എന്ന് പറഞ്ഞാൽ അരുൺ, അറവുശാലക്ക് ഗാന്ധിജിയുടെ പേരിടുന്ന വൈദഗ്ധ്യം ഇന്ത്യയിൽ RSSന് അറിയാം. അറവുശാലക്ക് ഗാന്ധിജിയുടെ പേരിടുന്ന RSSന്റെ ഒരു തന്ത്രം മാത്രമാണിത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിയും. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീണു പോകാൻ പാടില്ല. വീണു പോകരുത്. RSS ആണ്. അവർ ഇതിനപ്പുറത്തും ചില പ്രയോഗങ്ങളൊക്കെ നടത്തും. ഗാന്ധിയുടെ ഘാതകരുടെ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയുന്നവരാണ്. ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിലും ലഡു വിതരണം, മധുര വിതരണം നടത്തിയതിനെക്കുറിച്ച് ONV കുറുപ്പ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് വിതരണം നടത്തിയതെന്ന്, ആരുടെ രാഷ്ട്രീയമാണ് ഗാന്ധിയെ കൊന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് RSS എന്ന പ്രസ്ഥാനം എപ്പോഴും ഈ നിലയിലൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവർ ചില വേളകളിൽ മുസൽമാനായിട്ടുള്ള ആളെ രാജ്യത്തിൻ്റെ തലപ്പത്തിരുത്താൻ നോക്കും, ചില വേളകളിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി ചില പ്രത്യേക വിഭാഗങ്ങളിൽ മാത്രമാണ് എന്നാണ് താങ്കളുടെ വാദം. Debate with Dr. Arun Kumar.